നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പണിയായല്ലോ ഭഗവാനെ. ചേച്ചി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അടുക്കളയിൽ പോയി തീപ്പെട്ടിയും കൊണ്ട് വരാനെടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിനർത്ഥം അമ്മ അത് കത്തിക്കാൻ തുടങ്ങുമ്പോ തന്നെ അമ്മയെ ആരോ പിന്തുടർന്നു എന്നാ. ഇനിയിപ്പോ അത് ആ വേലക്കാരി ഗൗരി ആയിരിക്കുമോ? അവളല്ല. അവൾ ആ സമയത്ത് ആ പരിസരത്ത് എങ്ങും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളത് ഒരേ ഒരാളാ, സുമിത. പക്ഷെ അവൾ ആ സമയത്ത് ഇവിടെ ഇല്ലാന്നല്ലേ ചേച്ചി പറഞ്ഞത്? അതെ, അവൾ ഇവിടെയുള്ള സമയത്ത് ആ ഡയറി നശിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാ അതിന് അവൾ ഇല്ലാത്ത സമയം നോക്കി ഞാൻ തെരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സംശയിക്കാൻ ഒറ്റ ഒരാളേ ഉള്ളൂ. അച്ചമ്മ. അതൊരു സാധ്യത തന്നെയാണ് ചേച്ചി. ആ കിളവി ആരാ സാധനം അറിയാമല്ലോ. അവരിതല്ല ഇതിനപ്പുറം ചെയ്യും. അങ്കിള് പറഞ്ഞ പോലെ ഡയറി എടുത്തത് അച്ചമ്മയാണെങ്കിൽ അത് ഗിരിയേട്ടന്റെ കയ്യിലെത്തി കാണും. ആ നശിച്ച തീപ്പെട്ടി കത്താതെ പോയതുകൊണ്ടാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ അങ്കിള്? പിന്നല്ലാതെ ചേച്ചി ധൈര്യമായിട്ട് എന്ത് സംഭവിച്ചാലും ഞാനുണ്ട് കൂടെ. നവീച്ചി കാര്യം പറ. ഇതാണ് ഡോക്ടർ ഹാഷിം ഹുസൈൻ ഗിരിയേട്ടിന് കൊടുത്ത ഡയറി. ഇത് രഹസ്യങ്ങളുടെ ഒരു കലവറയാ. ഇതിൽ ഒരു താള് പോലും ഗിരിയേട്ടൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇത് മുഴുവൻ വായിച്ച വേറൊരാളുണ്ട്, സുമിതേടത്തി. ആ സമയത്ത് ഇതിലെ രഹസ്യങ്ങളൊന്നും സുമിതേടത്തിക്ക് വെളിപ്പെടുത്താൻ പറ്റിയില്ല. അതിന്റെ കാരണങ്ങളൊക്കെ നിനക്കറിയാലോ. അറിയാം. നിതീഷേട്ടനെ കൊണ്ട് നന്ദിതയെ കല്യാണം കഴിപ്പിച്ച് അമ്മ സുമിതേടത്തെ ലോക്ക് ചെയ്തു. അതല്ലേ സംഭവിച്ചത്? അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. പിന്നെ തഞ്ചത്തിൽ ഈ ഡയറി അമ്മ കൈക്കലാക്കി ലോക്കറിൽ വെച്ച് സൂക്ഷിച്ചു. അതോടെയല്ല അവസാനിച്ചു നമ്മ കരുതിയത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ സുമിതേടത്തി ഈ ഡയറിയിലെ സത്യങ്ങൾ മുഴുവൻ ഗിരിയേട്ടനോട് പറഞ്ഞു. ഡയറി നഷ്ടപ്പെട്ടെങ്കിലും ഡോക്ടർ ഹാഷിം ഹുസൈൻ ജീവനോടുണ്ടെന്ന ഗിരിയേട്ടന്റെ ഭീഷണിയിൽ അമ്മ വല്ലാതെ പേടിച്ചു. ഈ ഡയറി അമ്മയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് സുമിതേടത്തി എന്നോട് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് അപ്പോഴാണ് ഈ ഡയറിയുടെ വില ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇത് എങ്ങനെയും കൈക്കലാക്കാനുള്ള ശ്രമമായിരുന്നു. അല്ല, ഇതെങ്ങനെ ചേച്ചിയുടെ കയ്യിലെത്തി? അതൊരു വലിയ കഥയാണ് തനു. ഗിരിയേട്ടന്റെ ഭീഷണി നിലനിൽക്കുന്നോണ്ട് അമ്മ ഈ ഡയറി നശിപ്പിച്ചു കളയാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ പൊന്നും വിലയുള്ള സാധനം നമ്മുടെ കയ്യിലെത്തി. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് സുമിതേടത്തിക്ക് തന്നെ നൽകിയാലോ? എടി മണ്ടത്തരം പറയാതെ. ഈ ഡയറി തൽക്കാലം നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല.
അമ്മ നമ്മളെ രണ്ടുപേരെയും ഒഴിവാക്കി കമ്പനി സ്വത്തുക്കളും നിതീഷേട്ടനും നന്ദിതയ്ക്ക് മാത്രമായി നൽകാൻ പോവല്ലേ. അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ കയ്യിലും എന്തെങ്കിലും തുറപ്പുചീട്ട് വേണ്ടേ? എന്തായാലും ചേച്ചിയുടെ ബുദ്ധി കൊള്ളാം. ഈ ഡയറി നമുക്ക് ഉറപ്പായും ഉപകാരപ്പെടും. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് സുമിതയുടെ കൊടുക്കാം. അത് അന്നേരത്തെ കാര്യല്ലേ, അപ്പൊ നോക്കാം. പിന്നെ സുമിതയുടെ കൂടെ നമ്മള് കൂടിയ സ്ഥിതിക്ക് ഒയ്യായിരത്ത് വീട്ടിൽ അവർ നേരിട്ട തിരിച്ചടികൾക്ക് ഒരു മറുപടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് മറുപടി? ഇത് നമ്മൾ കലക്കും ചേച്ചി. ചേച്ചി എന്ത് വേണേലും പ്ലാൻ ചെയ്തോ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അത്രയെങ്കിലും നമ്മൾ സുമിതയുടെ വേണ്ടി ചെയ്യണം സനു. നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടികൾ നടക്കുന്ന ദിവസം അമ്മയുടെയും നിതീഷ് ഏട്ടന്റെയും നന്ദിതയുടെ ഒക്കെ മുഖങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അല്ലേ ചേച്ചി? സുമി, ഗിരി എന്താ കിച്ചണില്? ഞാൻ സുമി അവിടെയൊക്കെ തിരക്കി, അവിടെയും കാണാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത്. താങ്ക് യു. സുമി, ഇന്ന് സനു എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. നന്ദിതയ്ക്ക് നടത്തിയ പോലെ ഒരു ചടങ്ങ് നിന്റെ കാര്യത്തിൽ നടത്തണമെന്ന്. ഏയ്, അത്ര ആഘോഷങ്ങളൊന്നും വേണ്ട ഗിരി. എന്തിനാ വെറുതെ? സുമി, വേണം. ഒന്നിനൊരു കുറവും വരാൻ പാടില്ല. ഇതൊക്കെ ഗർഭിണിയായ പെണ്ണിന്റെ അവകാശമാണ് സുമി. കൊള്ളാലോ. ഇതൊക്കെ സനു പറഞ്ഞ് പഠിപ്പിച്ചാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്തായാലും പറഞ്ഞ കാര്യം തന്നെയല്ലേ. ഗർഭിണിയായപ്പോ നിന്റെ അനിയത്തിക്ക് കിട്ടിയതൊക്കെ നിനക്കും കിട്ടണം. അങ്ങനെ മത്സരബുദ്ധി കാണിക്കേണ്ട കാര്യമാണോ ഇതൊക്കെ? ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കുക, അതിനപ്പുറം എന്റെ മനസ്സിൽ വേറെ ഒരു ആഗ്രഹമില്ല ഗിരി. ഇത് മത്സരബുദ്ധിയൊന്നും അല്ല സുമി, നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം. നമുക്ക് വേണ്ടി അത് കണ്ടെത്തി തരാൻ നമുക്ക് വേറെ ആരുമില്ലല്ലോ. നമുക്ക് നമ്മളെ ഉള്ളു സുമി. നമ്മുടെ കൂടെ നിൽക്കാൻ അച്ഛമ്മയും നവ്യയും സനുവും ഒക്കെ ഉണ്ടല്ലോ. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നേ. ഗിരിക്ക് മാത്രമല്ല, എന്റെ മനസ്സിലും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഇപ്പൊ വേണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. എന്നിട്ട് ഗിരിയുടെ അമ്മ കൂടെ നമ്മുടെ കൂടെ താമസിക്കാൻ വരണം. അതിനു മുമ്പ് നമ്മൾ എന്താഘോഷിച്ചാലും ആ സന്തോഷത്തിനൊന്നും ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.